അധ്യായം 38 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കൂടാരാങ്കണം. അവൻ അങ്കണവും നിർമ്മിച്ചു. അതിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും 100 മുഴം നീളമുള്ളതുമായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. വടക്ക് വശത്തെ മറ 100 മുഴം നീളമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് 50 മുഴം നീളമുണ്ടായിരുന്നു. അതിന് 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. കിഴക്ക് വശത്ത് 50 മുഴം. അങ്കണ കവാടത്തിൻ്റെ ഒരു വശത്തെ മറകൾക്ക് 15 മുഴം നീളമുണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണ കവാടത്തിൻ്റെ മറുവശത്തും അപ്രകാരം തന്നെ. 15 മുഴം നീളത്തിൽ മറയും അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടും ഉള്ളതായിരുന്നു. അവയുടെ ശീർഷങ്ങൾ വെള്ളി കൊണ്ട് പൊതിഞ്ഞിരുന്നു. അങ്കണ തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു. അങ്കണവാതിലിൻ്റെ യവനിക നീലം, ധൂമ്രം, കടും ചെമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു. അത് അങ്കണത്തിൻ്റെ മറകൾക്കനുസൃതമായി 20 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതിന് 4 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 4 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു. കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു. കർത്താവിൻ്റെ വചനം.